മണ്ഡലകാലത്ത് ശബരിമലയിൽ ദർശന സമയം വർദ്ധിപ്പിച്ചതായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗം സിസിലി പറഞ്ഞു. ലൈവ് വാർത്തയുമായി സംസാരിക്കുമ്പോഴാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. സമയം ക്യൂ നിന്ന് കാണുന്നതുകൊണ്ട് സമയത്തിന്റെ എളുപ്പം അടയ്ക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ 11 എന്നുള്ളത് 12:30 വരെയും ആക്കിയിട്ട് ഇപ്പം അല്ല, ഒരു മണിക്കൂറൊക്കെ അവർക്ക് റെസ്റ്റ് കിട്ടും. അങ്ങനെയുള്ള രീതിയിലാണ് ഇപ്പോഴത്തെ. കാരണം കുറെ കൂടി ജനങ്ങൾക്ക് ദർശനം കിട്ടാൻ വേണ്ടിയുമായിട്ട് ആലോചിച്ച് നമ്മൾ ചെയ്യുന്നു. കാരണം സമയം അതുകൊണ്ട് വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവിടുത്തെ പൂജാരിക്ക് തിരക്ക് കുറയ്ക്കാൻ അത്രയും പൂജാരിക്ക് ഇച്ചിരി റെസ്റ്റ് കുറയും. അതിപ്പോൾ ഒരുപാട് പേരുണ്ടല്ലോ. അതുകൊണ്ട് ഇപ്പം തന്ത്രിമാരിരിക്കേണ്ട സമയം കുറച്ച് സമയമല്ലേ ഉള്ളത്. രാവിലെ 3-ന് നട തുറന്നാൽ ഉച്ചയ്ക്ക് 2:30-ന് അടയ്ക്കും. വൈകുന്നേരം 4-ന് തുറന്ന് രാത്രി 12:30-ന് നട അടയ്ക്കും. മണ്ഡലകാലം ആരംഭിക്കുന്ന വൃശ്ചികം 1 മുതൽ ഈ സമയക്രമം പ്രാബല്യത്തിൽ വരും. ഭക്തജനങ്ങളുടെ തിരക്ക് പരിഗണിച്ച് ക്ഷേത്രതന്ത്രിയുമായി ആലോചിച്ചാണ് ബോർഡ് ഈ തീരുമാനം എടുത്തത്. 30 കോടി രൂപയുടെ മരാമത്ത് ജോലികൾ ശബരിമലയിൽ പൂർത്തിയാക്കി. പമ്പ മണൽപ്പുറത്ത് പ്രകൃതിക്ക് ദോഷം വരാത്ത നിലയിൽ ഇന്റർലോക്കിംഗ് സംവിധാനത്തിലൂടെ വഴി സഞ്ചാരയോഗ്യമാക്കിയിട്ടുണ്ട്. അനധികൃതമായി പ്രവർത്തിക്കുന്ന കടകൾ പൊളിച്ചുമാറ്റും. ബേലിപ്പാലം വന്നതോടെ ഒൺവേ സമ്പ്രദായം ഏർപ്പെടുത്തും. ഇതോടെ ശബരിമലയിലെയും സന്നിധാനത്തെയും തിരക്ക് പൂർണ്ണമായും നിയന്ത്രിക്കാൻ കഴിയും. അനധികൃത അന്നദാനം നിർത്തലാക്കും. ഇതിൻ്റെ മറവിൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ അനധികൃതമായ പിരിവ് നടക്കുന്നതായി ദേവസ്വം ബോർഡിന് വിവരം ലഭിച്ചതിനെ തുടർന്നാണ് ഈ തീരുമാനം. ശബരിമലയിൽ എത്തുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഇൻഷുറൻസ് പരിരക്ഷയും ഉറപ്പാക്കിയിട്ടുണ്ട്. ശബരിമല ശുചീകരണത്തിന് മാതാ അമൃതാനന്ദമയി മഠത്തിലെ 3000 സന്നദ്ധ പ്രവർത്തകർ, അയ്യപ്പ സേവാസംഘം പ്രവർത്തകർ, NSSന്റെ പ്രവർത്തകർ തുടങ്ങി 50,000-ഓളം പ്രവർത്തകർ ഇവിടെ പ്രവർത്തിക്കും. മാലിന്യങ്ങളും മറ്റും പൂർണ്ണമായി മാറ്റാനും കഴിയും. എല്ലാ മേഖലകളിലും സുരക്ഷാ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പാണ്ടിത്താവളത്ത് 4000 പേർക്ക് തങ്ങാൻ കഴിയുന്ന പന്തലും ഇതിനകം പൂർത്തിയാക്കിയിട്ടുണ്ട്. ശബരിമലയിൽ എത്തുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഒരു ബുദ്ധിമുട്ടും വരാത്ത നിലയിൽ പ്രവർത്തനങ്ങൾ പൂർണ്ണമായതായും സിസിലി വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, കൊല്ലം.